നമസ്കാരം, മീഡിയ ഭാരതിലേക്ക് സ്വാഗതം. മനുഷ്യ മനസ്സുകൊണ്ട് മായാജാലം തീർക്കുന്ന വിദ്യ സ്വായത്തമാക്കിയ രണ്ടുപേർ, മനുഷ്യ മനസ്സിനെ വായിക്കാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന അറിവ് സമ്പാദിച്ചവർ. നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് മെന്റലിസ്റ്റ് ആയുഷും മെന്റലിസ്റ്റ് നാഥുമാണ്. വെൽക്കം ടു മീഡിയ ഭാരത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മനുഷ്യ മനസ്സിനെ വായിക്കാനും പ്രവചിക്കാനും ഒക്കെയുള്ള കഴിവ് സ്വായത്തമാക്കിയ രണ്ടുപേരാണ്. എങ്ങനെയാണ് ഈ മെന്റലിസത്തിലേക്ക് നിങ്ങളുടെ എൻട്രി എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര സോഷ്യലി ഓക്വേർഡ് ആയിട്ടുള്ളൊരു ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. സോഷ്യൽ സ്കിൽസ് ഒന്നുമില്ല. അപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പം അവരോട് എങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുക യൂട്യൂബിൽ ഈ കാർഡ് മാജിക് ഒക്കെ അല്ലേ, അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് മാജിക്കിനോടൊരു ക്രേസ് തുടങ്ങി. അപ്പം ഓബ്വിയസ്ലി ആൾക്കാരുടെ അടുത്ത് ഹായ് പോലും പറയാതെ ഞാൻ കാർഡ് എടുത്താണ് പോവാറ്. ഒരു കാർഡ് എടുക്കും എന്ന് പറഞ്ഞിട്ട് മാജിക് കാണിക്കാൻ തുടങ്ങിയപ്പം ആൾക്കാരൊക്കെ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് അവനെന്തോ ഒരു നോർമൽ അല്ല, അവർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തോ സ്കിൽ സെറ്റ് ഉണ്ട് മാജിക് കാണിക്കാൻ തുടങ്ങിയപ്പം. അപ്പം ഞാനൊരു അക്സെപ്റ്റബിൾ ആയൊരു പേഴ്സണായി എനിക്കത് ഫീൽ ചെയ്തു. ലൈക്ക് ഇത്രയും കാലം ഒന്നും സംസാരിക്കാത്തൊരു കുട്ടി പെട്ടെന്ന് മാജിക് ചെയ്യുമ്പം ആൾക്കാർക്ക് ശ്രദ്ധിക്കപ്പെട്ടപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്തൊരു ഫീൽ എനിക്ക് തോന്നി. അപ്പം എനിക്ക് കുറച്ച് സോഷ്യൽ സ്കിൽസ് വരാൻ തുടങ്ങി. ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ടൂള് പോലെ ആണ് ഞാൻ തുടങ്ങിയത്. പിന്നീട് മാജിക്കിൽ നിന്ന് മാജിക്ക് പഠിച്ച് കഴിഞ്ഞ് പിന്നീട് മനസ്സിലാക്കി മാജിക്കിനൊരു വെരി അഡ്വാൻസ്ഡ് വേർഷൻ, കുറച്ച് ഹിപ്നോസിസും സൈക്കോളജിയും കുറച്ച് ഷോമാൻഷിപ്പൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു വേർഷൻ മെൻ്റലിസം ഉണ്ടെന്ന് മനസ്സിലാക്കി. ദിസ് ഇസ് ലൈക്ക് ഒരു 7 years മുന്നെയാണ്. അങ്ങനെയാണ് ലൈക്ക് ഒരു ഹാപ്പനിങ് പോലെ സംഭവിച്ചതാണ്. ഞാൻ മെൻ്റലിസത്തിനെ കണ്ടുപിടിച്ചതല്ല. ദിസ് ആർട്ട് ഫോം ഫൗണ്ട് മീ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മാജിക്കിലൂടെ മെൻ്റലിസ്റ്റ് ആണെന്ന് വിചാരിച്ച് മെൻ്റലിസ്റ്റ് ആയതല്ല ഒരിക്കലും. ആക്സിഡൻ്റലി ലൈക്ക് ഇറ്റ് ഫൗണ്ട് മീ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എപ്പോഴും അക്കാഡമിക്സിൽ ഒരുപാട് കീൻ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഇൻ ദ സെൻസ് പഠിക്കുമ്പോഴൊന്നും മാജിക്കിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആർട്ട് ഫോമിനെ പറ്റിയൊന്നും ഞാൻ അവെയർ അല്ല. പക്ഷേ ക്രെഡിറ്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈ മദർ, ഷി വാസ് വെരി മച്ച് ഇൻ ടു സൈക്കോളജി ആൻഡ് ഓൾ ദീസ് ബിഹേവിയറൽ സയൻസ് സ്റ്റഫ്. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9th ക്ലാസ്സിലോ 10th ആ സമയത്തായിരിക്കും ആദ്യമായിട്ട് ഞാനൊരു സൈക്കോളജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനോട് എക്സ്പോസ്ഡ് ആയത്. അതുവരെ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മനുഷ്യൻ്റെ മനസ്സിനെ പറ്റിയോ അറിയുന്നൊരു മേഖല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മളെന്താ ചെയ്യുക, ആ ഒരു പ്രായത്തിൽ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ ആ സമയത്തുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ അതൊക്കെ ചെയ്യുന്നു, അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊരു ലോകമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പഠിക്കുമ്പോൾ അമ്മ പഠിക്കുന്ന കൂട്ടത്തിലായിരിക്കാം അങ്ങനെ ഒരു തിയറി പഠിച്ചു. ഇപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ തിയറി പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ ഓപ്പൺ കണ്ടീഷനിങ് എന്നൊക്കെ സൈക്കോളജിയിൽ പറയുന്ന ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു എന്താ പറയുക ഹോളി ഗ്രേഡ് തിയറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ സൈക്കോളജിയിൽ. അങ്ങനെ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽസൊക്കെ കണ്ടുപിടിച്ച് പോയി. അങ്ങനെ ഹിപ്നോസിസ് എന്ന് പറഞ്ഞൊരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറപ്പി എന്ന് പറഞ്ഞൊരു ടൂളിനെ പറ്റി മനസ്സിലാക്കി. മനുഷ്യൻ്റെ ഡീപ്പ് സബ് കോൺഷ്യസിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഡീപ്പ് മൈൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഹിപ്നോസിസ്. അവിടേക്ക് അതിനെപ്പറ്റി എക്സ്പോസ്ഡായി. അങ്ങനെ പയ്യെ ഹിപ്നോസിസ് ആയിരുന്നു തുടങ്ങിയത്. ഹിപ്നോസിസ് തുടങ്ങി പയ്യെ ഈ പറഞ്ഞ ബിഹേവിയറൽ സയൻസ്, മാജിക്, യൂട്യൂബിലൊക്കെ കാർഡ് മാജിക്കിനെ കുറിച്ചും കോയിൻ മാജിക്കിനെ പറ്റിയൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു പയ്യെ മെൻ്റലിസത്തിലേക്ക് എത്തിയതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ മെന്റലിസം അല്ലെങ്കിൽ ഹിപ്നോസിസ് ഇതിന് സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണോ ആവശ്യം, അതോ സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസ് ആണോ ആവശ്യം? അതിന് ഞാൻ 2 ഉത്തരം തരാം. മാജിക്കോ അല്ലെങ്കിൽ ഹിപ്നോസിസ് അല്ലെങ്കിൽ മെൻ്റലിസം എന്നുള്ളൊരു ആർട്ട് ഫോം പഠിക്കാൻ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് വേണ്ട. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മേഖല ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു നീഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് വി ഹാവ് ടു ഹാവ് സം സോർട്ട് ഓഫ് സൈക്കോളജിക്കൽ നോളജ്, റൈറ്റ്? അങ്ങനെ സൈക്കോളജി പഠിക്കണം എന്നൊന്നുമില്ല. നമ്മളുടെ യൂഷ്വൽ കേർട്ടസി അങ്ങനെ പറയാം. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരോട് ഇരിക്കാൻ പറയുന്നു, അവർ അഡ്രസ്സ് ചെയ്യുന്നു, അവരോട് സംസാരിക്കുന്ന രീതി, ഇതൊക്കെ ഓൾ കംസ് അണ്ടർ സൈക്കോളജി. ബേസിക്കൽ ബിഹേവിയറൽ പാറ്റേൺസ് അല്ലെങ്കിൽ ബേസിക് കേർട്ടസി, നമ്മളൊരാളോട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഭാഗം. ഇപ്പോൾ ഒരു മജീഷ്യനെ അല്ലെങ്കിൽ മെൻ്റലിസ്റ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ആ വ്യക്തിക്ക് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ഓഡിയൻസ് മെമ്പർ അല്ലെങ്കിൽ ഇത്രയും ക്രൗഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ആ ഒരു ബേസിക് നോളജ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഷോമൻഷിപ്പ് എന്നൊക്കെ പേരിട്ട് വിളിക്കാൻ വേണമെങ്കിൽ അതിനെ, ആ ഒരു കാര്യത്തിനെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഒരു കാർഡ് ട്രിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിസ്ഡയറക്ഷൻ, യു ഹാവ് ടു ഡു എ ലോട്ട് വിത്ത് യു ഹാവ് ടു പ്ലേ വിത്ത് ദ അതർ പേഴ്സൺസ് മൈൻഡ്. അവരെ എങ്ങനെയാണ് അവരെ അറ്റൻഷൻ എങ്ങോട്ട് കൊണ്ടുപോകണം, എവിടേക്ക് എത്തിക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ
അതേസമയം സൈക്കോളജി പഠിച്ച ഒരാൾ അല്ലെങ്കിൽ ഹിപ്നോസിസ് പഠിച്ച ഒരാൾ എന്ന് പറഞ്ഞത് നേരെ വേറെ ഒരു മേഖലയിൽ പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളായിരിക്കും ആണ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഹിപ്നോസിസ് എന്ന് പറയുന്നത് മെൻ്റലിസത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ മെൻ്റലിസം പഠിച്ച ഒരാൾ ഒരിക്കലും തെറപ്പി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ തെറപ്യൂട്ടിക്കായിട്ട് വർക്ക് ചെയ്യുന്നതിനോ ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. ആ മെൻ്റലിസ്റ്റ് ക്യാൻ നെവർ ഡു എ തെറാപ്പി. ഹീ ഈസ് നോട്ട് എന്താ പറയുക, മെൻ്റലിസം പഠിച്ചെന്ന് വെച്ചിട്ട് തെറാപ്പിയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ ആവാൻ പറ്റില്ല, സൈക്കാട്രിസ്റ്റോ ആവാൻ പറ്റില്ല. കംപ്ലീറ്റ് ഒരു ആർട്ട് ഫോം, എൻ്റർടൈൻമെൻറ്റ് ആർട്ട് ഫോം. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫിസിക്സ് ആണ്, എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ് പഠിച്ച ഡിഗ്രി. അപ്പം ഒരിക്കലും ഒരു കുറേ പേര് DML ഒക്കെ കയറി ചോദിക്കാറുണ്ട് സൈക്കോളജിയാണ് എടുത്തത്, സൈക്കോളജി പഠിക്കണോ. സൈക്കോളജിയും മെൻ്റലിസവും തമ്മിൽ അക്കാഡമിക്കലി ഒരു ബന്ധമില്ല. മീൻസ് നിങ്ങൾ സൈക്കോളജി പഠിക്കുന്ന തിയറീസും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഒരു മെൻ്റലിസത്തിൽ യൂസ് ചെയ്യുന്നത്. മെൻ്റലിസ്റ്റിൽ യൂസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സൈക്കോളജി ഒരിക്കലും സൈക്കോളജീൻ്റെ അക്കാഡമിക്സിലും വരില്ല. ഇത് പ്യുവർലി കംപ്ലീറ്റ്ലി ഒരു ആർട്ട് ഫോം മാത്രമാണ്. അപ്പം ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, ലൈക്ക് കംപ്ലീറ്റ്ലി സൈക്കോളജിയിൽ ഡിഗ്രി ഒക്കെ എടുത്തിട്ടാണ്. അതിനുള്ളൊരു എക്സാമ്പിളാണ് എൻ്റെ ഡിഗ്രി ഫിസിക്സിലാണ്. സോ അതവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉള്ളൊരു ഏരിയ ഇപ്പോഴും. അതെ, ഇപ്പോഴും ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉള്ളൊരു നീഷാണിത്. നമുക്ക് DMസിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് DMs വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണമാണ്, എൻ്റെ വിട്ടുപോയ ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരാൻ പറ്റുമോ. ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് DMs വരും. നമുക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിരിക്കാനൊക്കെ നേരമുള്ളൂ. അതെ, സ്റ്റേജ് ഷോ ഒക്കെ കഴിഞ്ഞ് പിന്നെ ബാക്ക് സ്റ്റേജിലേക്ക് ഒന്ന് പറയും ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണ്, ഇവനൊന്ന് മൈൻഡ് റീഡ് ചെയ്ത് വളരെ എന്താ പറയുക, ക്യൂരിയസ് ആയിട്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മിസ്കൺസെപ്ഷൻ ഉണ്ട്. ലൈക്ക് ഈ സെഡ്, ഇറ്റ്സ് പ്യുവർലി ആൻ ആർട്ട് ഫോം. അതെ, അതുപോലെയുള്ള ഒരു സംശയം തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഫ്രണ്ട് സർക്കിളുള്ള ഒരാളെ ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. കാരണം ഇപ്പോൾ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അവരുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. ആ ഒരു സംശയം തന്നെയാലും ഉണ്ടാവുമല്ലോ അല്ലെ ഒരു സാധാരണ വ്യക്തിക്ക്. അങ്ങനെ അത്ര ഡീപ്പായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതല്ല, ഇപ്പൊ പറഞ്ഞു ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് പറയും ബോയ് ഫ്രണ്ടിന്റെ മൈൻഡ് റീഡ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ ബേസിൽ ഞാൻ പറഞ്ഞു ഒരു ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയുടെ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, മെന്റലിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വന്ന് സംസാരിക്കണം, എൻ്റെ ദൈവമേ അടുത്ത് വന്ന് നമ്മുടെ മനസ്സ് വായിച്ച് കളയോ എന്നൊരു പേടി, ആ ഒരു ഫീല് ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഫാമിലിയിൽ പൊതുവെ വില ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഇഷ്യൂ ഇല്ല. കൂടുതലും ഫ്രണ്ട് സർക്കിളും ക്ലോസ് ഫ്രണ്ട്സിനും, നമ്മളെ ക്ലോസ് ഫ്രണ്ട്സിനും ഒരിക്കലും നമ്മളത്ര വില ഉണ്ടാവില്ല. ഇതൊക്കെ ഇത് ഞാൻ കുറേ കാലേ കാണുന്നത്. പിന്നീടുള്ളത് ഈ ഫസ്റ്റ് ടൈം ഇപ്പം ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു സ്ട്രീറ്റിൽ നിന്നോ അല്ലെങ്കിൽ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് വരുന്ന ആൾക്കാർ 1-2 കാര്യങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരെന്നെ കാണുമ്പം ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നത് കാണാം. എന്തോ നമ്മുടെ RJസിനും ഉണ്ടായിരുന്നു, പേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാവരും. ഇന്റർവ്യൂവിന് മുമ്പ് എന്തൊക്കെ ചോദിക്കുക, പക്ഷെ എങ്ങനെ സംസാരിക്കുക, ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ സാധാരണക്കാർക്ക് ഉറപ്പായി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ആളുകൾക്കൊക്കെ മെന്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവെയുള്ള കാഴ്ചപ്പാട് ഓക്കെ ഡീപ്പ് സീക്രറ്റ്സ് എല്ലാം റിവീൽ ചെയ്യും, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സേഫ് ആണോ, ഇവരെ മുമ്പ് പോയിരിക്കുന്നത് സേഫ് ആണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയല്ല, വേണമെങ്കിൽ കണ്ടുപിടിക്കാം, വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു മീഡിയം അല്ല, അതിൻ്റെ ഒരു എന്താ പറയുക, അതിന് യൂസ് ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. ഇറ്റ്സ് പ്യൂർലി ആർട്ട് ഫോം ലൈക്ക് യു സെഡ്. അതെ, വേണമെങ്കിൽ കണ്ടുപിടിക്കാം, വേണ്ടെങ്കിൽ അങ്ങനെ ടു ആൻ എക്സ്റ്റെന്റ്. അപ്പോൾ അവരുടെ സമ്മതം ഇല്ലാതെ നമുക്ക് ലൈക്ക് ഇപ്പം ഞാൻ പറയാണ് എനിക്കിപ്പോൾ ആൽവിൻ്റെ ഉള്ളിലുള്ളത് അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? ഏറ്റവും നല്ല വഴി സ്റ്റോക്കിംഗാ. ഇത് വേറെ ആർട്ട് ഫോമാണ്. അതെ, അത് ലീഗാലിറ്റി എന്താന്നുള്ള അറിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ട്രഡീഷണൽ മാജിക്കിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞല്ലോ, ഒരുപാട് മെൻ്റലിസ്റ്റുകൾക്ക് അതിനെക്കുറിച്ച് അവരുടെ വേർഷൻസ് ഉണ്ട്. അപ്പോൾ ടു ബി ഫ്രാങ്ക്, ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് മെൻ്റലിസം ആൻഡ് നിങ്ങളുടെ വേർഷനിൽ ട്രഡീഷണൽ മാജിക് അല്ലെങ്കിൽ മെൻ്റലിസം എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? ട്രഡീഷണൽ മാജിക്കാണ് മെൻ്റലിസത്തിൻ്റെ കോർ ബേസ്. നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ തറ മീൻസ് അതാണ് മാജിക്. മെൻ്റലിസത്തിൽ മാജിക് അതാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ മാജിക്കിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു ട്രിക്ക് ചെയ്യുമ്പോൾ ഇപ്പം ആക്ച്വലി ഇപ്പോൾ ഒരു മുയൽ ഇപ്പം ഹാറ്റിൽ നിന്ന് വരുന്ന ഒരു ആക്ടാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം ഒരു 200 years മുന്നേ ഒരു ആക്ട് ചെയ്താൽ ആൾക്കാർക്ക് അത് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള സെൻസോ സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ആണെന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പം കാലം അഡ്വാൻസ് ആയി വന്നതുകൊണ്ട് ഇപ്പോൾ ആ ഒരു സംഗതിയാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് ആൻ എഫക്റ്റ്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ട് ഫോം മാത്രമാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം മാജിക്കിൻ്റെ ഒരു വളരെ അഡ്വാൻസ്ഡ് വേർഷനാണ് മെൻ്റലിസം. ഇപ്പം മാജിക്കിൻ്റെ ഇപ്പോൾ 1800s മാജിക് ചെയ്യുന്നത് എങ്ങനെയാണോ
അതുപോലെയാണ് 2025 മെന്റലിസം ചെയ്യുന്നത്. ഇപ്പം ആൾക്കാർ കുറച്ചുകൂടി ഇതൊരു ആർട്ട് ഫോമാണ്, ഒരു തിയേറ്റർ വേണം, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യണം. അപ്പം നിങ്ങളൊരു മ്യൂസിക് ഷോന് പോകുന്നത് പോലെ പോകാൻ പറ്റുന്നൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മിസ്റ്ററി എലമെൻ്റ് ആയിട്ടുള്ളൊരു കലാരൂപമാണ്. ഇതിൻ്റെ മെയിൻ എലമെൻറ്റ് ഈസ് മിസ്റ്ററി. ഇപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്ന പോലെ ശരിക്കും മനസ്സിലത് കിട്ടുമോ, ആ ഒരു മിസ്റ്ററി ആർട്ട് ഫോമിന് ഇല്ലെങ്കിൽ ആരും ഷോ കാണാൻ വരില്ല. ഒരു ഷോയിൽ ആ ഒരു മിസ്റ്ററി എലമെൻ്റാണ് ഈ ഷോനെ ഡ്രോ ചെയ്യുന്നത്, ഇതിലേക്ക് ആൾക്കാരെ ഡ്രോ ചെയ്യുന്നത്. അപ്പം ട്രഡീഷണൽ മാജിക്കിൻ്റെ റോൾ എന്ന് പറയുന്നത് ഇപ്പം സ്റ്റേജിൽ നമുക്ക് പല സിറ്റുവേഷൻസും വരും. അപ്പം ചില സിറ്റുവേഷൻസ് ചിലപ്പോൾ നമ്മളെ ഫേവറിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് മാജിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം എങ്ങനെയാണെങ്കിലും 4 കാലിൽ വീഴണമല്ലോ. ഓഡിയൻസ് അറിയാൻ പാടില്ല അവിടെ എവിടെയെങ്കിലുമൊക്കെ പാളി പോയിട്ടുണ്ടെങ്കിൽ. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാജിക്ക് നന്നായി പഠിച്ചിരിക്കണം. അപ്പോൾ ഒരു മാജിക്ക് പഠിക്കാതെ മെന്റലിസം പഠിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു 1 hour സ്റ്റേജ് ഷോ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ പാളിച്ചകൾ വരുമ്പോൾ മാജിക്കിൽ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഡിയൻസിന് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നില്ല പ്രസൻറ്റേഷനും കാര്യങ്ങളിലൊക്കെ. പിന്നെ അതിൽ സൈക്കോളജി, ഹിപ്നോസിസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴേ മെന്റലിസം ആയി വരുള്ളൂ. ജസ്റ്റ് ഒരു എലമെൻറ്റ് മിസ്സാകുമ്പം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും വളരെ. ഇതിലപ്പോ കുറച്ച് അഭിനയം കൂടി വേണമല്ലേ? തീർച്ചയായിട്ടും. ഷോമാൻഷിപ്പ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ ആദ്യ കാലങ്ങളിൽ എന്തെങ്കിലും പ്ലാൻ പോലെ നടക്കാതെ പോയ എന്തെങ്കിലും ഇൻസ്റ്റൻസസ്? അത് ഓരോ ഷോസും ഓരോ ലെസണാണ്. ഇതുവരെ ചെയ്ത എല്ലാ ഷോസിലും നമ്മൾ ഓരോ ആൾക്കാരും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഡിഫറെൻറ്റ്, ചിലപ്പോൾ നമ്മളെ ഭാഗത്തായിരിക്കും തെറ്റ്. നമ്മളെ ഹെഡിലല്ലേ ഈ സംഗതി ഉള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓഡിയൻസിന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ക്യാച്ചപ്പ് ചെയ്യില്ല. ചില ടൈമിൽ ഓഡിയൻസ് സ്റ്റേജ് ഫിയർ കാരണം അവരെ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഉൾക്കൊള്ളില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പം സംഗതി പാളിപ്പോവും. പക്ഷെ പാളുന്നത് ലക്കിലി ഓഡിയൻസ് അറിയില്ല. കാരണം നമ്മളതിൽ എപ്പോഴും അതിനായിട്ടുള്ളൊരു ബാക്ക് ഉണ്ടാവും, ഔട്ട് എന്തെങ്കിലും അതിനുണ്ടാവും. കാരണം നിങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇപ്പം സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് തന്നിട്ട് സിനിമ ഇടയിൽ വെച്ച് നിന്നോയാൽ അതേ എഫക്റ്റാണ്. ഇപ്പം മെന്റലിസം ഇടയിൽ വെച്ച് സാധനം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി മനസ്സിലെങ്കിലും തെറി വിളിക്കുമല്ലോ. അതുകൊണ്ട് അതിന് എങ്ങനെയെങ്കിലും ഒരു ഔട്ട് ഉണ്ടാവും. എങ്ങനെയെങ്കിലും പൂച്ച 4 കാലിൽ വീഴുന്ന പോലെ എങ്ങനെയെങ്കിലും 4 കാലിൽ വീഴും. അത് ഓഡിയൻസിനെ അറിയില്ല. ഇപ്പോൾ ഒരു 100 പേര് അല്ലെങ്കിൽ 200 പേര് വന്ന് ഇരിക്കുകയാണ്, നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അവർ വെയിറ്റ് ചെയ്ത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് കൗതുകത്തോടു കൂടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കേ അറിയൂ ഇനി അടുത്തത് എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇനി അത് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ വാട്ട് വുഡ് ബി ദ നെക്സ്റ്റ് പോസിബിൾ ഔട്ട്കം എന്നുള്ള കാര്യം നമ്മൾ തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു ചെസ്സൊക്കെ കളിക്കുന്ന പോലെ കൺസിഡർ ചെയ്യാം. ഈ മൂവ് വേണ്ട പോലെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദർ ആർ എൻഡ്ലെസ് പോസിബിലിറ്റീസ്. അപ്പോൾ അതിലേക്കൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ മാജിക്കിൽ നോളജ് വേണം. ലൈക്ക് ഈ സെഡ്, മെൻ്റലിസം മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആർട്ട് ഫോമിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. മെൻ്റലിസം എന്നുള്ളൊരു ആർട്ട് ഫോം ഒരു കോമ്പിനേഷനാണ്. അതിൽ മാജിക് ഉണ്ട്, മിസ്ഡയറക്ഷൻ ഉണ്ട്, ഹിപ്നോസിസ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ് വേർഷൻ മെൻ്റൽ മാജിക് എന്ന് പറയുന്ന മെൻ്റൽ മാജിക് അല്ലെങ്കിൽ മെൻ്റലിസം എന്ന് പറയുന്ന ഈ ഒരു കാര്യമുണ്ട്. സോ അതിനാ നമുക്കൊരു കുഞ്ഞ് എക്സ്പെരിമെൻ്റ് പോലെ ട്രൈ ചെയ്യാം. എന്താണ് മെന്റലിസം എന്നുള്ള ഒരു പൊടിക്കൈ പോലെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഫെർദറായിട്ട് കുറച്ചുകൂടി വലിയ കാര്യങ്ങളിലേക്ക് പോവും. ഒരു സിമ്പിൾ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഐ വാണ്ടഡ് ടു തിങ്ക് ഓഫ് എ സെലിബ്രിറ്റി. ഓക്കെ, സമ്മൺ ഫേമസ്. അങ്ങനെ ഭയങ്കര ന്യൂ ഫേസ് ഒന്നും ആവണ്ട, ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി ആയിരിക്കണം. ഫൈൻ, യു ഹാവ് വൺ ഇൻ യുവർ മൈൻഡ്, റൈറ്റ്? ഈ കാർഡ്സിൽ എന്താ ഉള്ളത് വെച്ചാൽ കുറച്ച് കാർഡ്സ് ഉണ്ട്. കാർഡ്സിൽ കുറേ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസാണ് ഉള്ളത്, റൈറ്റ്? ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, റഫ്ലി 13 സെലിബ്രിറ്റീസ് ഉണ്ട്. അതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഇൻസ്ട്രക്ഷൻസ് തരാം. ഓക്കെ, അതിനൊന്ന് കണ്ണടയ്ക്കാവോ? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഐ എം നോട്ട് ഡൂയിങ് എനി ട്രിക്കറി ഹിയർ ഓർ എനിത്തിങ്, റൈറ്റ്? ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. എല്ലാവരും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഏത് കൊച്ചുകുട്ടിക്കും ഫോട്ടോ കാണിച്ചാൽ പറയാൻ പറ്റുന്ന സെലിബ്രിറ്റീസാണ്. ലൈക്ക് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അതിനെ യു ക്യാൻ ഓപ്പൺ യുവർ ഐസ്. അതിനയുടെ മനസ്സിലുള്ളൊരു സെലിബ്രിറ്റി ഉണ്ട്. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൈ ഇങ്ങനെ വെക്കാവും. സ്ലോലി ഓരോ സെലിബ്രിറ്റീസിൻ്റെയും മുകളിലേക്ക് കൈ ഇങ്ങനെ വേവ് ചെയ്യാം. മനസ്സിലുള്ള സെലിബ്രിറ്റി ആരാണോ അവിടെ എത്തുമ്പം സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് യുവർ ഹാൻഡ്. ഓക്കെ, യു ഗോട്ട് മീ? ഓക്കെ, യു ക്യാൻ. Okay, that one? Yeah. You sure?
സോ അത്തീനെ സെലക്ട് ചെയ്തത് സുരേഷ് ഗോപിയാണ്. ഔട്ട് ഓഫ് 30+ എത്ര ഞാൻ എണ്ണീറ്റ് പോലുമില്ല, അത്രയും സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് ഉണ്ട്. അത്തീന യു ചേഞ്ച് യുവർ മൈൻഡ് കപ്പിൾ ഓഫ് ടൈംസ്. ഇത് ഞാൻ അതിനോട് ഇത് തിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ഫ്രീ ചോയ്സ് അല്ലേ? സോ തിങ് ഈസ്, ഈ ചോയ്സ് അത്തീന മേക്ക് ചെയ്തത് കുറച്ച് മുന്നെയാണ്. പക്ഷേ ഇൻ മൈ മൈൻഡ് ദിസ് ചോയ്സ് വാസ് മെയ്ഡ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഈ കാർഡ്സ് പ്രിൻ്റ് ചെയ്യുമ്പം എന്തെങ്കിലും ഡിഫറെൻ്റായി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരു മനസ്സിലുള്ള സെലിബ്രിറ്റീനെ കണ്ടുപിടിക്കുന്നതിൽ അത്ര ഒരു സത്യം പറയില്ല, അത്ര ഒരു ത്രില്ലിംഗ് അല്ല. സോ അത്തീനയ്ക്ക് ഇത്രയും ചോയ്സസ് ഉണ്ടായിരുന്നു. അത്തീന വെൻ ഫോർ സുരേഷ് ഗോപി ആൻഡ് യു ചേഞ്ച് യുവർ മൈൻഡ് കപ്പിൾ ഓഫ് ടൈംസ്. ഇതിൽ പോയി ലാസ്റ്റ് യു സ്റ്റിക്ക് ടു സുരേഷ് ഗോപി. ദ തിങ് ഈസ്, ഇഫ് യു ഫ്ലിപ്പ് എവറിത്തിങ്, എവറി സിംഗിൾ കാർഡ്, യാ യു ക്യാൻ, എല്ലാവരും ഒന്ന് കാർഡ് ഫ്ലിപ്പ് ചെയ്ത് വെക്കാവോ എക്സെപ്റ്റ് സുരേഷ് ഗോപി. അതിനൊക്കെ ആയുഷിന് കുറച്ച് വിശ്വാസക്കുറവുണ്ട്. തിങ് ഈസ്, ഒന്ന് ലൈറ്റ് ഓഫ് ആക്കാവോ? ഇതൊരു UV പെന്നാണ്, കണ്ടിട്ടില്ലേ നമ്മളെ നോട്ട്സിലൊക്കെ എഴുതി നോക്കുന്നത്. ഇതിലേക്ക് ഒന്ന് വെളിച്ചടിച്ചാൽ യു ക്യാൻ സീ എല്ലാത്തിൻ്റെയും ബാക്ക് എംപ്റ്റി ആണ് അല്ലേ? അല്ലേ? കൺഫേം ചെയ്യാലോ. ബട്ട് സുരേഷ് ഗോപി, സ്ലോലി കുഡ് യു ടേൺ ഇറ്റ് ഓവർ? നമ്മൾ ബിഫോർ വി ഗോ എനി ഫർദർ, ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് യു ദിസ് വൺ. ഓക്കെ, ഈ എൻവലപ്പ് കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, ആൻഡ് ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു കനോട്ട് സീ ത്രൂ ദ എൻവലപ്പ്. ലൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ യു കാൻ സീ ത്രൂ. ഇല്ല, പെർഫെക്റ്റ്. ജസ്റ്റ് ഹോൾഡ് ഓൺ ടു ദാറ്റ്. ഓക്കെ, ആസ് വി ഗോ ഫർദർ ഇറ്റ് വോണ്ട് മേക്ക് ഇൻ സെൻസ് നൗ, ബട്ട് ലേറ്റർ ഓൺ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണല്ലോ നിങ്ങൾ. അപ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട് ആ ഒരു ഷോസിനൊക്കെ പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ അത് ഒക്കെ ഒന്ന് മാനേജ് ചെയ്തെടുക്കാനായിട്ട്? ഇപ്പോൾ എനിക്ക് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്, ആയുഷിന് ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ചാണ് മെൻ്റലിസത്തിനോട് അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ഫോം. ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഷോസിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹിപ്നോസിസിൻ്റെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മൈൻഡ് റീഡിങ് സോർട്ട് ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മാസത്തെങ്കിലും പ്രിപ്പറേഷൻസ് എന്തായാലും അതിന് കൊടുത്തിരിക്കും. അത് സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിലും അതിൽ ആളുകളുടെ റിയാക്ഷൻ അല്ലെങ്കിൽ ആളുകൾക്ക് അത് എത്രത്തോളം വൃത്തിക്ക് പെർസീവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിലേക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഏതാണ്ട് ഒരു 2 മാസത്തോളം അതിൽ വർക്ക് ചെയ്യും. അത് ഒരു കാര്യം ചെയ്യും, അത് വീണ്ടും റീവർക്ക് ചെയ്യും. അതിനുവേണ്ടി ഒരുപാട് വായിക്കണം, കഥകളാണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് വായിക്കും. അങ്ങനെ കുറേ പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ടാണ് ഒരു ക്രൗഡിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. അത് കുറേ വട്ടം നമ്മൾ നിന്ന് സംസാരിക്കും, സ്വയം കേൾക്കും, എവിടെ പോവുകയാണെങ്കിലും റിപ്പീറ്റേറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നല്ല രീതിയിലേക്ക് കിട്ടും, എന്നാലും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളത്. പിന്നെ ഒരു വഴി, ഈ നമ്മൾ ചെയ്യുന്ന പെർഫോമൻസൊക്കെ നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ലേറ്റർ നമുക്ക് കാണാൻ നല്ല മടിയായിരിക്കും. നമ്മൾ തന്നെ പെർഫോം ചെയ്യുന്നതാണ്, നമുക്ക് നല്ല ഒരു മടിയായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ, നമ്മൾ പെർഫോം ചെയ്യുമ്പം നമ്മളെ ഹെഡിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. നമ്മൾ പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണില്ല, നമ്മളെ തലേൻ്റെ അകത്തു കൂടി മാത്രം ഇങ്ങനെ റൺ ചെയ്യണം എന്തൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ആക്ച്വലി നമ്മളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നത് കാണുമ്പം കുറേ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ചെറിയ ഈ ഡെവിലീസിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസാണ് ഒരു ഷോ പെർഫെക്റ്റാക്കി മാറ്റുക. മീൻസ് ഇപ്പോൾ ഒരു ടേബിൾ പ്ലേസ് ചെയ്ത സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്കർ, ഇപ്പോൾ സ്റ്റേജിലൊരു സാധനം എഴുതുമ്പോൾ മാർക്കർ അവിടെ ഇല്ലെങ്കിൽ ഇങ്ങനെ തപ്പി കളിക്കുമ്പോൾ കുറേ മൈന്യൂട്ട് കാര്യങ്ങളാണ് ഒരു ഷോനെ ഏറ്റവും പെർഫെക്റ്റാക്കി മാറ്റുന്നത്. മീൻസ് ആക്ട്സൊക്കെ എങ്ങനെയെങ്കിലും പെർഫെക്റ്റായി വീഴും. ബട്ട് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇപ്പം ഓഡിയൻസിനെ പണ്ട് വലിയ സ്ക്രിപ്റ്റൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് പോയിരുന്നു. പക്ഷേ കൂടുതലും വേണ്ടത് ഓഡിയൻസിനെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. ലൈക്ക് ഐ എം എ പാർട്ട് ഓഫ് ദിസ് ഷോ. സപ്പോസ് ഒരു മാജിക് ഷോ മെൻ്റലിസം ഷോ തമ്മിലുള്ള ഡിഫറൻസ് ഈസ്, മാജിക് ഷോ കാണുമ്പോൾ നിങ്ങൾ ഒരു ട്രിക്സ് കാണുന്നു, അടുത്തല്ലേ പോകുന്നു, ട്രിക്സ് കാണുന്നു. പക്ഷെ ഇതിൽ ആൾക്കാരുടെ തോട്ട്സും ഇമോഷൻസും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് അവരും ഇതിൻ്റെ ഒരു പാർട്ടാണെന്ന് അവർക്ക് തോന്നണം, എന്നാലേ ഒരു ഷോ വിജയകരമാവുള്ളൂ. എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമൊക്കെ കാലത്ത് നമ്മൾ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. ഒരു റീൽ ചെയ്യുമ്പോഴേക്ക് അടുത്ത് പോകും മോർ ദാൻ 30 seconds ഒന്നും ആളുകൾക്ക്. അപ്പം ഓരോ 1 minute കൂടുമ്പോൾ ഇങ്ങനെ ഹൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പോയിന്റ്സ് ഷോയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ആവിടുന്നൊക്കെ ശരി നമ്മൾ കാണാറുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ട്, ലൈക്ക് നമ്മൾ നേരെ മുമ്പിൽ ഇരുന്നിട്ട് ഒരാള് ഇങ്ങനെ
ഐ മീൻ ഈ ഒരു റിയാക്ഷൻ നമുക്ക് കാണുന്നത് അത്ര പ്ലസന്റ് ആയിട്ടുള്ള അല്ലല്ലോ. സ്റ്റേജ് ഷോയിലായാലും നമ്മൾ അതെ, പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒന്നും വേണ്ട, ക്ലാസ്സിൽ ഒരു ടീച്ചർ ക്ലാസ് എക്സാക്ട്ലി. അപ്പോൾ ഇത് അത്രയും എൻഗേജ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് നമ്മൾ അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആണ്. ഐ മീൻ പിന്നെ അധിക ഷോസ് നമ്മൾ മാക്സിമം ഇൻട്രാക്റ്റീവായി ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ആക്ട്സിൽ കൂടുതലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു 1-2 ആക്ടെങ്കിലും ഉണ്ടാവും. മീൻസ് എൻറ്റയർ ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷനിൽ 1-2 ആക്ടെങ്കിലും ഉണ്ടാവും. ഒരാളെ വെച്ച് ചെയ്യുന്നത് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരു കപ്പിൾസിനെ വെച്ച് ചെയ്യും. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു ത്വരയായിരിക്കല്ലോ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും സംഗതി കൺഫ്യൂഷൻസ് ഉണ്ടാക്കുമെന്ന്. അങ്ങനെ ഒരു ഫൺ എലമെൻ്റ് ആഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പം എൻ്റെ ഒരു സ്റ്റൈല് ഒരു സീരിയസ് ആക്കി പോവാതെ നമ്മളിവിടെ വി ആർ ഹിയർ ടു ഹാവ് സം ഫൺ. അപ്പം നമ്മൾ എൻ്റർടൈൻഡ് ആയിട്ട് ആൾക്കാരുടെ കൺഫ്യൂഷൻസൊക്കെ തീർത്ത് ഒരു ഷോ കൊടുത്തു പോവുക, അത്രേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതിൻ്റെ ബിയോണ്ടായിട്ടുള്ള കാര്യങ്ങൾ അത്ര ഫോക്കസ്ഡ് അല്ല. പിന്നെ ഷിബിൻ്റെ വേറൊരു സ്റ്റൈലാണ്. ഷിബിൻ്റെ സ്റ്റൈലിനെ കുറിച്ച് ഷിബിൻ പറയും. ലൈക്ക് ഐ സെഡ്, കുറച്ചും കൂടെ നമുക്കൊരു 1 hour ഷോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 15-20 മിനിറ്റൊക്കെ ആയിരിക്കും പ്രോബബ്ലി ഒരു ഫൺ കോമഡിയൊക്കെ ചെയ്തിട്ട് പോകുന്നത്. പക്ഷെ അതിന് ശേഷം കുറേ കൂടെ ആളുകളുടെ ഇമോഷൻസൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ സിനിമ എങ്ങനെ കാണുന്നത്, സിനിമ കാണുന്ന സമയത്ത് ഓക്കെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, സെക്കൻഡ് ഹാഫിലേക്ക് ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കാണാനൊരു ഭംഗിയില്ല. എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കണം. അതിലിപ്പോൾ എന്താ പറയുക, ആളുകളുടെ ഡീപ്പ് ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ആയിരിക്കും അത് അവർ ഇൻവെസ്റ്റ് ചെയ്ത് അത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ആക്ടൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അത് ആളുകൾക്കും ഒരു നല്ലൊരു ഭംഗി കൊടുക്കും. ഒരു മൊത്തത്തിലൊരു ഷോ കാണുന്ന സമയത്ത് അതിൽ കുറേ കൂടെ ഒരു ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് മോർ ദാൻ എ പോയറ്റിക് ഫീൽ. ഒരു നല്ലൊരു കവിത കാണുന്ന പോലെ ആയിരിക്കും എനിക്കങ്ങനെ ഫീൽ ചെയ്യാറ്. കാരണം ഇറ്റ്സ് മോർ ലൈക്ക് എ പോയട്രി. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് ഞാൻ എപ്പോഴും കൊടുക്കാറും. എനിക്ക് ഇഷ്ടമുള്ളതും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ പോകാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി ഇമോഷണലി നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിരിക്കും. അത് പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്, ഇപ്പോൾ കൂടുതൽ വൈറലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈ മെൻ്റലിസം ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, മരിച്ചുപോയ ആൾക്കാരെ നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ, അതിനോട് ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്? I completely disagree with that. And I have a very scientific explanation for that. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ സോ ഒരു മെൻ്റലിസ്റ്റ് എന്നുള്ളതിന് ഉപരി അതൊരു എൻ്റർടൈൻമെൻറ്റ് ഫോമായിട്ട് അവിടെ നിൽക്കട്ടെ. അതിലുപരി I'm a hypnotherapist. ഞാൻ പഠിച്ചതും സൈക്കോളജിയാണ്. എനിക്ക് ഇനി പെർസ്യൂ ചെയ്യാൻ പോകുന്നതും സൈക്കോളജിയാണ്. ലൈഫ് ലോങ് ചെയ്യാൻ പോകുന്ന എൻ്റെ ആഗ്രഹം ഇപ്പം ഞാൻ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ 10 years down the line what I want to be or what would I become. ഡെഫിനറ്റ്ലി ഒരു സൈക്കോളജി പ്രാക്ടീഷണർ ആയിരിക്കും. ഇപ്പോഴും ചെയ്യുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ സൈക്കോളജി പ്രാക്ടീഷണറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇത്തിരി ബോറിംഗ് ആയിരിക്കും കേൾക്കുന്ന സമയത്ത്. നമ്മുടെ മനസ്സിനെ 3 ലെവലായിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കോൺഷ്യസ്നെസ് ആണ്, കോൺഷ്യസ് സ്റ്റേറ്റ് ആണ്, കോൺഷ്യസ് മൈൻഡ് അങ്ങനെ പറയാം. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ അൺകോൺഷ്യസ് മൈൻഡ്. ഈ ഹാലുസിനേഷൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മരിച്ചുപോയ ആളുകളെ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ പേരാണ് ഹാലുസിനേഷൻ. അത് ഹിപ്നോസിസിലെ വളരെ ഡീപ്പായിട്ട് ഓരോ ലെവൽ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ്. അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് അത്രത്തോളം സസെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിപ്നോസിസ് എക്സ്പീരിയൻസ് ചെയ്യാൻ മെൻ്റലി വില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സിനൊക്കെ മീറ്റ് ചെയ്യുന്ന ആളുകളാണ് സസെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് അങ്ങനെ എത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഹാലുസിനേഷൻ എങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഒരു വ്യക്തിനെ ആവാം, അതിപ്പോൾ വിഷ്വലി ഹാലുസിനേഷൻ ആവാം, ഓഡിറ്ററി ഹാലുസിനേഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസേഷൻസ് ആവാം, എന്തും ആവാം. അപ്പോൾ നമുക്ക് ഹാലുസിനേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടൊരു ആക്ടർ അല്ലെങ്കിൽ സ്കൂൾ ഡേയ്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പപ്പി ലവ്, ഫസ്റ്റ് ലവ്, അങ്ങനത്തെ ഒരു വ്യക്തിനെ ആവാം, അല്ലെങ്കിൽ തിരിച്ച് ഹൈസ്കൂളിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ഒരുപാട് ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ പ്ലസൻറ്റ് മെമ്മറീസ് ഒരുപാട് പ്ലസൻറ്റ് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് അവിടെ നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറയുന്നതിന് മുമ്പ് ഹിപ്നോസിസ് എന്താണെന്ന് അറിയണ്ടേ. ഹിപ്നോസിസ് എന്താണെന്ന് അറിയാതെ ഹാലുസിനേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹിപ്നോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താനുള്ള ഒരു ടൂളാണ്. അപ്പോൾ നമ്മൾ സയൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക, സത്യം എന്താ തിരിച്ചറിയാൻ വേണ്ടി എവിഡൻസ് വെച്ചിട്ട് നമ്മൾ അളവെടുക്കുന്ന ഒരു ടൂൾ, എത്തിപ്പെടാൻ സയൻസ് ഫാക്റ്റിലേക്ക് എത്തിപ്പെടാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സയൻസ്. അതുപോലെ
സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഹിപ്നോസിസ്. അത് വേർബലി ചെയ്യുന്നതാണ്. ചില കേസിൽ ഡ്രഗ്സ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഹിപ്നോതെറാപ്പി പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, ഡ്രഗ്സൊക്കെ ഇൻഡ്യൂസ് ചെയ്തിട്ട്. പക്ഷെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ആൻഡ് സ്റ്റേജ് ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു ഹിപ്നോസിസിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഫോമാണ്. അപ്പോൾ ഹിപ്നോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണ്. സ്ട്രീറ്റിലും സ്റ്റേജിലും കാണുന്ന എൻ്റർടൈൻമെൻ്റ് ആണ്. ആസ് എ ഹിപ്നോട്ടിസ്റ്റ് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തേണ്ട ഏറ്റവും ആദ്യം ഉറപ്പുവരുത്തേണ്ട കാര്യം സബ്ജക്റ്റിൻ്റെ സേഫ്റ്റിയാണ്. അപ്പോൾ ഈ സേഫ്റ്റി എങ്ങനെയാണെന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ സ്ട്രീറ്റിൽ നടന്നു പോകുന്ന ഒരാൾക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും നടന്നു പോകണം, നമുക്ക് ഹിപ്നോസിസിനെ പറ്റി എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് കേരളത്തിലാണെങ്കിലും ആളുകൾ ഇതിനെപ്പറ്റി അവെയറായി തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഹിപ്നോസിസ് എന്താ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എന്താ അതും അറിയില്ല. ഞാൻ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഇൻസിഡൻ്റാണിത്. ബീച്ചിനടുത്ത് ഹിപ്നോസിസ് നടക്കുകയാണ് അല്ലേ, ഹിപ്നോസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്ലെയിൻ സർഫസിൽ പോയി നിൽക്കരുതെന്ന് നമ്മൾ പറയും. ഇറ്റ്സ് എ കോമൺ സെൻസ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഹിപ്നോസിസും കൂടെ ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. നല്ല ഇടിമിന്നലുണ്ട്, മിന്നൽ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നല്ലൊരു പ്ലെയിൻ സർഫസിൽ നിന്നിട്ട്, അടുത്തെങ്കിലും ബിൽഡിംഗ് ഇല്ല, മരമില്ല, ഒന്നുമില്ല, കടലിൻ്റെ തീരത്ത് നമ്മൾ നിന്നിട്ട് ഒരു കൂട്ടം ആളുകളെ ഹിപ്നോസിസ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യണം. ഹീസ് ആക്ച്വലി ലേണിംഗ്, ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് മിന്നലേറ്റ് കഴിഞ്ഞാൽ എത്ര പേർക്ക് അവിടെ കണ്ടടിക്കും, അല്ലെങ്കിൽ എത്ര പേർക്ക് അവിടെ ബാധിക്കും അല്ലേ? അപ്പോൾ അതൊരു കോമൺ സെൻസ് ആണ്. അപ്പോൾ ഹിപ്നോസിസ് പഠിച്ച ഒരു വ്യക്തിക്ക് ഇതൊക്കെ പോയി പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. കോമൺ സെൻസ്, ബേസിക് കോമൺ സെൻസ്. അപ്പോൾ ഇതൊരു സേഫ്റ്റി മെഷറാണ്. അതുപോലെ തന്നെ നമ്മളെക്കാളും നല്ല ഉയരും സൈസൊക്കെ ഉള്ള ഒരാൾ നമ്മൾ ഹിപ്നോസിസ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, കൈയൊക്കെ വലിച്ച് സ്ലീപ്പ് എന്ന് പറഞ്ഞ് പുള്ളി ചെയ്യുന്ന സമയത്ത് ആളുകൾ വീഴും. അങ്ങനത്തെ ആളുകൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക, അല്ലാത്ത പക്ഷം ഇരുത്തി ചെയ്യിക്കുക. അങ്ങനെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് അവർ താഴേക്ക് പോവുള്ളൂ. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഓക്കെ ഫൈൻ, അത് അവിടെ നിൽക്കുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, കമ്മിങ് ബാക്ക് ടു ദ ഹാലുസിനേഷൻ പാർട്ട്, നമുക്ക് ഓരോ ഘട്ടമായിട്ട് പോകുമ്പോൾ ഹാലുസിനേഷൻ ഇൻഡ്യൂസ് ചെയ്യാം. ഹാലുസിനേഷൻ ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് വി ഹാവ് ടു ഗോ ഫോർ സംതിങ് പ്ലസൻറ്റ്, സംതിങ് ഹാപ്പി. കാരണം നമ്മൾ എത്തിപ്പെടുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇവിടെയാണ് നമ്മളുടെ ചെറുപ്പം മുതലുണ്ടായിട്ടുള്ള ഫോബിയ അല്ലെങ്കിൽ ട്രോമ, നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മളറിയാത്ത കാര്യങ്ങളൊക്കെ ഹിഡൻ ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഒരാളെ പോയിട്ട് റീച്ച് ചെയ്തിട്ട് മരിച്ചു പോയൊരു വ്യക്തിനെ കാണണം എന്ന് പറയുമ്പോൾ അയാൾക്കത് ഡെഫിനറ്റ്ലി ഹി വാണ്ട്സ് ടു സീ ദാറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഷീ വാണ്ട്സ് ടു സീ ദാറ്റ് പേഴ്സൺ. ഓക്കെ, അത് അദ്ദേഹം ഇറാഷണലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം അതങ്ങനെ സംഭവിക്കുന്നത്. കാരണം നമുക്ക് ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും റാഷണലായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? ക്രിട്ടിക്കലി അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇല്ല, പറ്റില്ല. അപ്പോൾ ആസ് എ ഹിപ്നോട്ടിസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഹീസ് എ തേർഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഇയാൾ ഇമോഷണലി അതിൽ ഇൻവെസ്റ്റഡ് അല്ല. അപ്പോൾ ഹീ ക്യാൻ സീ തിങ്സ് ഡിഫറെൻ്റ്ലി, പല ആംഗിളിൽ നിന്നും കാണാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി വാട്ട് ദേ ഹാവ് ടു ഡു ഈസ് ദാറ്റ് മരിച്ചുപോയ ആളുകളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ്ലി ഉറങ്ങിക്കിടക്കുന്ന ഒരു ഓർമ്മേനെ വീണ്ടും കുത്തിപ്പൊക്കുകയാണ്. നമുക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, നമുക്ക് സോഷ്യൽ മീഡിയയിൽ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. അത് കാണുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും, എൻ്റർടൈൻഡ് ആവും. പക്ഷേ ഈ സബ് കോൺഷ്യസ് നിന്ന് നമ്മളിത് കുത്തിപ്പൊക്കി ഇത് തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ആ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയാലും ചില ആളുകൾ ആർഗ്യൂ ചെയ്യും, യെസ് ഈ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരത് മറക്കും, അതിൻ്റെ ഓർമ്മ ഉണ്ടായിരിക്കില്ല എന്ന്. പക്ഷേ യു ഹാവ് ഓൾറെഡി ഡിഡ് സംതിങ്. ഇതിൻ്റെ ബാക്കി പത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാരാ? ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെയർ ആണോ? ഞാൻ എൻ്റെ സ്കില്ല് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു മെമ്മറി, ഇമോഷൻ, ഫീലിങ്സ്, നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ ഡീപ്പ് സബ് കോൺഷ്യസ് മൈൻഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഫെയർ ആണോ? നോ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബിഗ് ഫാറ്റ് നോ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഡു യു സ്റ്റിൽ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഹാലുസിനേഷൻ, എസ്പെഷ്യലി ദ ഡെഡ് പീപ്പിൾ? ഡെഫിനറ്റ്ലി നോ അല്ലേ? അപ്പോൾ അവിടെ സേഫ്റ്റി ഉണ്ടോ സബ്ജക്റ്റിന്, അല്ലെങ്കിൽ സ്പെക്ടേറ്റർ, അല്ലെങ്കിൽ ഹിപ്നോസിസിന് വിധേയമാവുന്ന വ്യക്തിക്ക് അവിടെ സേഫ്റ്റി ഉണ്ടോ? ഇല്ല. എല്ലാവരും കാണും, എൻജോയ് ചെയ്യും, ഹാപ്പി. സ്ക്രോൾ ചെയ്യേണ്ടവർ സ്ക്രോൾ ചെയ്ത് പോകും, കണ്ടു നിന്നവർ അടിപൊളി എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള ആ വ്യക്തി, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ വ്യക്തിൻ്റെ ബാക്കി ഇനി മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? ഇറ്റ് മൈ ഫീൽ ലൈക്ക് എ ക്രാപ്പ്, ഇസ്ന്റ് ഇറ്റ്? സോ ഇറ്റ്സ് എ ബിഗ് ഫാറ്റ് നോ. നമ്മൾ ഒരു എത്തിക്സ് നോക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ല, നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷെ ചെയ്യാറില്ല. കാരണം ഇതൊക്കെയാണ്. ബിക്കോസ് ഐ ഡെഫിനറ്റ്ലി ഡോണ്ട് വാണ്ട് ടു പ്ലേ വിത്ത് പീപ്പിൾസ് ഫീലിംഗ്. അത് ഇറ്റ്സ് എ മെസ്ഡ് അപ്പ് സിറ്റുവേഷൻ.
കാരണം ഒരുപാട് വർഷങ്ങൾ കൊണ്ടായിരിക്കും അവരത് തീർച്ചയായിട്ടും മറന്നു കൊണ്ട്. അല്ലേ, നമ്മളൊക്കെ ലൈഫിലുണ്ടായിരിക്കും വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അല്ലേ. ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ ഐ ക്യാൻ സി ഓൾ ഓഫ് യുവർ ഫേസസ് ആർ ചേഞ്ചിങ്. യു ജസ്റ്റ് തോട്ട് ഓഫ് സംബഡി, യു ഹാവ് ബീൻ എക്സ്പീരിയൻസ് ദാറ്റ് ഓവർവെൽമിങ് ഫീലിംഗ്. യു ആസ് വെൽ. ഐ മീൻ നിങ്ങളെല്ലാവരും ഇപ്പോൾ അതിനെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ ഐ ക്യാൻ ആക്ച്വലി ഗെറ്റ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പേഴ്സൺ, ഇസ്ന്റ് ഇറ്റ്? ശരിയാണ്, ഇമോഷൻസ് അങ്ങനെ എക്സാക്ട്ലി അതാണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ 3 പേരെടുത്തും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് സെല്ലിംഗ് പോയിന്റ്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് വന്നു എല്ലാം കൊളാക്കി തിരിച്ച് നമ്മൾ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി വി ഡോണ്ട് വോണ്ട് ടു ഡു സച്ച് തിങ് ടു സ്പെക്ടേറ്റർ. കാരണം അവരെ നമ്മളെ വിശ്വസിച്ചിട്ടാണ് വരുന്നത്, അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വരുന്ന. ഇതൊരിക്കലും ആളെ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ മെൻ്റലിസവും പാരാനോർമൽ ആക്ടിവിറ്റീസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്ക് പേഴ്സണലി അങ്ങനത്തെ പാരനോർമൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ എപ്പോഴും ഇത് ഒരു മിസ്കൺസെപ്ഷൻ വരുന്നൊരു ടേമാണ്, മറ്റൊരു ടേമാണ് പാരനോർമൽ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞത്. പാരനോർമൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പഠിക്കാൻ, സൈക്കോളജി ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ നിങ്ങളൊരു 100 സൈക്യാട്രിസ്റ്റുകൾ എടുത്ത് നോക്കിയിട്ട് എത്ര പേരെ ക്യൂർ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഉത്തരം ഹാർഡ്ലി എന്നൊക്കെ പറയും. കാരണം ഒരു സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ വെച്ചിട്ട് മാക്സിമം ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. സൈക്യാട്രിയിലൊക്കെ ഒരുപാട്, ഇപ്പോൾ ഞാൻ സൈക്യാട്രിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള സൈക്യാട്രിസ്റ്റുകളൊക്കെ നമ്മൾ കൗതുകം കാണുമല്ലോ, ചോദിക്കുന്ന സമയത്ത് അവരും പറയുന്നത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ലൈഫ് ലോങ് സൈക്കോട്രിക് ഡ്രഗ്സ് ഒക്കെ എടുക്കുന്ന ആളുകളായിരിക്കും നമ്മൾ കാണുന്ന പേഷ്യൻസ് ഒക്കെ. അപ്പോൾ ഇതൊരു മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുപോലെ ഇതിൽ വീണ്ടും ഒരുപാട് പഠിക്കാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ടുള്ള ചങ്ക് ഓഫ് സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സിനെ നമുക്ക് വേണമെങ്കിൽ പാരാനോർമൽ സൈക്കോളജി എന്ന് വെച്ചിട്ട് അങ്ങനെ വിളിക്കാം. അപ്പോൾ ആ ഒരു സംഗതി ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി സം സോർട്ട് ഓഫ് എക്സ്പ്ലനേഷൻ അല്ലേ. ഇപ്പോൾ കാണാത്തൊരു കാര്യത്തിനെ കാണുകയാണ്, അപ്പോൾ നമ്മളതിന് ഹാലുസിനേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കും. അല്ലെങ്കിൽ ആളുകൾ ദേ സീ സം സോർട്ട് ഓഫ് പാറ്റേൺസ് എവ്രിവെയർ. ഇപ്പോൾ 11 ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചില ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഒരു സൈൻ കൊടുക്കുക എന്നുള്ള പേരിലായിരിക്കും അത് ആളുകളിലേക്ക് പറയുന്നത്. ഇതൊക്കെ സെല്ലിംഗ് ആണ് കേട്ടോ, ബൈ ദ വേ. യൂണിവേഴ്സ് സൈൻ തരാന്ന് പറഞ്ഞാൽ 11 കണ്ടു കഴിഞ്ഞാൽ ഓക്കെ മേക്ക് എ വിഷ്, പക്ഷെ അത് അഫേം ചെയ്യണം. അത് അഫേം ചെയ്യണം. നമ്മളെ ആക്ഷൻസ് ഇല്ലാണ്ട് നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് തിങ്. ദാറ്റ്സ് മൈ പോയിന്റ്. ഇപ്പോൾ 11 കണ്ടു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് റിയലി യൂണിവേഴ്സൽ സൈൻ, ഇറ്റ്സ് മോർ ലൈക്ക് എന്താ പറയുക സർവൈവൽ മെക്കാനിസം. നമ്മുടെ ബ്രെയിനിന് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള സർവൈവൽ മെക്കാനിസം ആണ്. വി സീ പാറ്റേൺസ് എവ്രിവെയർ. നമ്മളെ ഹ്യൂമൻസിൻ്റെ പ്രത്യേകത അതാ. നമ്മൾ പാറ്റേൺസ് ഉള്ള മനുഷ്യന്മാർക്ക് പാറ്റേൺസ് ഉണ്ട്. വി ഓൾ ഹാവ് ദാറ്റ് പാറ്റേൺ ആൻഡ് വി ലുക്ക് ഫോർ ദീസ് പാറ്റേൺസ്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? അതൊക്കെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അത് കണക്റ്റഡ് അല്ല. അതായത് ഈ 11 കാണുക, അല്ലെങ്കിൽ കുറച്ച് നേരം മേഘത്തിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവിടെ ഫേസ് ഒക്കെ ഫോം ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ ഷാഡോസിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രൂപങ്ങൾ ഫോം ചെയ്യുന്നത് കാണാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പാറ്റേൺ ഫോം ചെയ്യും. പിന്നെ നമ്മളെ ബ്രെയിൻ നോക്കുന്നത് എന്തിനാ? ഈ പാറ്റേണിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും ഫെമിലിയർ ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഓൾവേസ് സ്പോട്ട് ദാറ്റ് പാറ്റേൺ. ഇപ്പോൾ 11 ഒരിക്കൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആള് എപ്പോഴും അത് സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ റെഡ് കാറിന്റെ തിയറിയാണത്. മോർ ലൈക്ക് നമ്മൾ മറ്റേ റെഡ് കാറിന്റെ തിയറി ആയിട്ടില്ല. നമ്മൾ റെഡ് കാർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് നമ്മൾ പോണ സമയത്ത് നമുക്ക് ഒരുപാട് നമ്മൾ കാർ മേടിക്കാൻ വിചാരിച്ചു ബ്ലൂ കാർ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ കാർ ആയിരിക്കും. പിന്നെ റോട്ടിൽ എവിടെ നോക്കി കഴിഞ്ഞാൽ ബ്ലൂ കാർ ആയിരിക്കും. വിചാരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഫോം ചെയ്ത് കാണാൻ പറ്റുന്നത് പാറ്റേൺ ഫോർമേഷൻ. അപ്പോൾ ഈ പറഞ്ഞ പാരനോർമൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ റെക്കമെൻഡ് ദം സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ്. ഞങ്ങളെ ആക്ട്സിൽ ഞാനൊരു കംപ്ലീറ്റ് എൻ്റർടൈനർ ആണ്. അപ്പം എനിക്ക് ആ പെർസ്പെക്റ്റീവിലാണ് പറയാൻ പറ്റുക. കാരണം എനിക്കൊരു സൈക്കോളജി ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു ഫിലിം കാണുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ഫിലിം സ്ക്രിപ്റ്റ് ചെയ്യാം. ആൾക്കാർക്ക് അറിയാം ഇതൊരു ഫിലിമാണ്, ശരിക്കും നടക്കില്ല. പക്ഷേ ഈ മെൻ്റലിസം വരുമ്പം ആൾക്കാർക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഈ പുള്ളിക്ക് ശരിക്കും ഈ പാരനോർമൽ എക്സ്പീരിയൻസ് ആണോ? ഞാനിപ്പം അത്തീനൻ്റെ മൈൻഡ് റീഡ് ചെയ്യുമ്പം ഒരു ഫസ്റ്റ് ക്രഷിൻ്റെ പേര് കണ്ടുപിടിച്ചു. എനിക്ക് വേണമെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുമ്പം ലൈക്ക് ഞാനൊരു പാരനോർമൽ പോലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നോർമലി മൈൻഡ് റീഡ് ചെയ്യാതെ എനിക്ക് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാം സ്റ്റേജിൽ. വേണമെങ്കിൽ ലൈക്ക് ഇതൊരു പാരനോർമൽ സ്പിരിറ്റാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ഇടയ്ക്ക് കുറച്ച് മാജിക് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ സ്റ്റേജിൽ ഉണ്ടാക്കിയെടുക്കാം ആസ് എൻ എൻ്റർടൈനർ. അപ്പോൾ അത് കാണുന്ന ഒരു
പച്ചയ്ക്ക് പറഞ്ഞ വിവരമുള്ള വ്യക്തികൾ അവർക്കറിയാം ഇറ്റ്സ് എൻ ആക്ട്, എൻ്റർടൈൻ ആവാനുള്ള ഒരു ആക്ടാണെന്ന്. പക്ഷേ അവർക്ക് അവരുടെ ബിലീഫ് സിസ്റ്റം വേറെ ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കുക ഇതിന് പിന്നിൽ എന്തോ പവർ ഉണ്ടെന്നോ ഒരു പാരനോർമൽ ആക്ടിവിറ്റീസിൽ ഒക്കെ ഉള്ളൊരു നമുക്കങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. അതാണ് ബേസിക്കലി അതിൻ്റെ പോയിന്റ്. ബട്ട് അത് നിങ്ങളെങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പം ഒരു സിനിമ കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് റിയലാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പെർസീവ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ആക്ട് എന്ന് വേണമെങ്കിൽ ആക്ട് കണ്ട് എൻ്റർടൈൻഡ് ആവുക, ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞങ്ങളൊരു പെർസ്പെക്റ്റീവ്. അതെ, എൻ്റർടൈൻമെൻറ്റ് വേറെ ഇത് വേറെ. പണ്ട് കാലത്തൊക്കെ ഈ പറഞ്ഞ തിയേറ്ററിലൊക്കെ ചെയ്തിരുന്ന ഒരുപാട് കാലം മുമ്പ് കേട്ടോ, കറക്റ്റ് ഒരു ആക്യുറേറ്റ് ഡേറ്റ് പറയാൻ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ പെപ്പേഴ്സ് ഗോസ്റ്റ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? പെപ്പേഴ്സ് ഗോസ്റ്റ് അതെന്ന് പറഞ്ഞാൽ ഒരു ഇല്യൂഷനാണ് പെപ്പേഴ്സ് ഗോസ്റ്റ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി ഫിസിക്സ് ആണത്. കാരണം ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസിൻ്റെ റിഫ്ലക്ഷനിലേക്ക് ലൈറ്റൊക്കെ വെച്ചിട്ട് അവിടെ നമ്മൾ മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരിക്കും, ലൈറ്റിൻ്റെ റിഫ്ലക്ഷനിൽ നമ്മുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരിക്കും, അതെ, ഒരു ഷാഡോ പോലെ. പക്ഷെ അത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും? കറക്റ്റ് അതിന് കളറുണ്ട്, അതിന് രൂപമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ ബ്ലൂ ഷർട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ എൻ്റെ റിഫ്ലക്ഷനാണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ബ്ലൂ ഷർട്ട്, ഞാനിതുപോലെ ലൈറ്റിൻ്റെ മറവിൽ ഒരു മനുഷ്യൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ അന്നത്തെ കാലത്ത് അതെങ്ങനെ പോർട്രേ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ്റ്റിനെ കൊണ്ടുവന്ന് സമൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ പോർട്രേ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് ഇങ്ങനെയാണ്. അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്ന രീതിയിൽ കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു. ഇല്ല, ഓജോ ബോർഡും ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനൊക്കെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്. ചില ആൾക്കാർ ഇഡിയോമോട്ടോ റെസ്പോൺസ് ഒക്കെ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഓജോ ബോർഡ് 2 കുട്ടികൾ കളിച്ചിട്ടെങ്ങാനോ തുടങ്ങി വെച്ച ഒരു ഗെയിം ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഹിസ്റ്ററിയിലൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതും സയൻറ്റിഫിക്കലി പറഞ്ഞിട്ടുണ്ട്, ഇത് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻഡ് ആണ്. ഓജോ ബോർഡ് കളിച്ചിട്ട് അങ്ങനെ പ്രേതത്തിനെ സമൺ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇല്ല. ദേ ഹാവ് ടു, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു കൺസൾട്ട് എ സൈക്യാട്രിസ്റ്റ്. ഇനി നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ഇനി ഉണ്ടെങ്കിൽ മെന്റലിസത്തിലില്ല, നമുക്ക് അത് അക്കാര്യം അഷ്യൂർ ചെയ്യാൻ പറ്റും. മെന്റലിസ്റ്റ് ആണ്, സൈക്കിക്കാണ്, മെന്റലിസ്റ്റിന് ഒരു സൈക്കിക്കാണെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. കാൻ ഡു സച്ച് തിങ്സ്, അല്ലെങ്കിൽ ഷീ കാൻ ഡു സച്ച് തിങ്സ്. നിങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ ഈ മെന്റലിസത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഷോസ് കാണുന്ന സാധാരണക്കാരായ ആൾക്കാർ അവരിതുപോലെ എനിക്ക് പഠിക്കണം അങ്ങനെ തോന്നിയാൽ അവർക്ക് ഏത് രീതിയിലാണ്? അതായത് നമ്മുടെ പ്രേത മൂവി ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര്, അതായത് നമ്മുടെ ആ ഒരു ടൈമിൽ എല്ലാവരും പറഞ്ഞത് കാര്യം, പ്രേത മൂവി ഇറങ്ങി, മെന്റലിസം പഠിക്കണം, ഈ സംഭവം കൊള്ളാം, ഈ പരിപാടി പഠിക്കണം എന്നൊക്കെ ഒരുപാട്, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കാൻ ഇപ്പോഴും ജെന്യൂനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരുടെ അടുത്ത് ആ ഒരു എന്താണ് പറയാനുള്ളത്? ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, സ്റ്റാർട്ട് വിത്ത് മാജിക്. അതിന് വേറെ ഓപ്ഷൻസും ഷോർട്ട് കട്ട്സും ഒന്നുമില്ല. അപ്പം നിങ്ങളിപ്പം സ്പൂൺ ഫീഡ് ചെയ്ത് ഒരു 3 മെൻ്റലിസം ട്രിക്സ് പഠിപ്പിച്ച് വിട്ടാൽ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ പിന്നീട് നിങ്ങൾ ഒന്നും ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യില്ല. ഇപ്പം ഞാൻ 2017 ഈ ആർട്ട് ഫോം തുടങ്ങുമ്പം അന്ന് എനിക്ക് പറഞ്ഞു തരാൻ ഇതുപോലെ അത്ര സോഴ്സസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ 2017 ആണെങ്കിൽ കൂടെ കോവിഡ് കഴിഞ്ഞ ശേഷമാണ് കേരളത്തിൽ ഇത് ഇത്രയും അങ്ങോട്ട് ആൾക്കാരിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ തുടങ്ങിയ ടൈമിൽ ഇപ്പം എനിക്ക് പേഴ്സ്യൂ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ഒരുപാട് മിസ്ലീഡായി പോയിട്ടുണ്ട്. വേറെ സോഴ്സൊക്കെ തന്നിട്ട് ഞാൻ കുറേ പണം ചിലവാക്കിയിട്ടുണ്ട് അതിൻ്റെ മേലെ. പക്ഷെ അതൊന്നും ആപ്റ്റ് സോഴ്സസ് അല്ലായിരുന്നു. അപ്പം നിങ്ങൾ പ്രോപ്പർ റിസർച്ച് നിങ്ങൾ തന്നെ ചെയ്യുമ്പം, ഇപ്പം നിങ്ങളിപ്പം ഞാൻ 2000 രൂപേൻ്റെ ഒരു കോഴ്സ് തന്നിട്ട് ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. നിങ്ങൾ ആ ഒരു അറിവ് വെച്ച് പോകുമ്പോൾ ഞാൻ എല്ലാം പഠിച്ചു, ഇനി എനിക്കെല്ലാം ഷോ ചെയ്യാം. പക്ഷെ നിങ്ങൾ കുറേ തവണ പറ്റിക്കപ്പെടണം, എന്നാലേ നമ്മൾ പഠിക്കുള്ളൂ. ഈ വഴി കൂടി ഒന്നും പോകരുത് എന്ന്. ഇപ്പോൾ ഒരു വഴി കൂടി നടന്നു പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും അപകടം ഉണ്ടായല്ല നമുക്ക് പിന്നെ ഇനി ഇതിലെ പോകരുത്, സ്കാമാണ്. അപ്പം അതേപോലെ നിങ്ങൾ കുറേ റിസർച്ച് ചെയ്ത് ഒറ്റയ്ക്ക് പഠിക്കൂ. ഒറ്റയ്ക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാ വഴി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് പോകില്ല. കറക്റ്റ് പാത്ത് നമ്മൾ തന്നെ കുറേ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഈ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ ഒരിക്കലും വേസ്റ്റ് ആവില്ല. കാരണം നമുക്കിപ്പോൾ ഒരു സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുമ്പം പെട്ടെന്ന് എന്താ ആക്ടൊക്കെ ഫെയിലായാൽ അന്ന് നമ്മൾ പഠിച്ച കാര്യം ചിലപ്പം പെട്ടെന്ന് സ്പോണ്ടേനിയസ് സ്റ്റേജിൽ വരും. ഈ മസിൽ മെമ്മറി എന്നൊക്കെ പറയുന്നത് പോലെ കാര്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും എപ്പോഴും. ഇപ്പം ഈ ഒരു പുതിയതായി പഠിച്ചിറങ്ങിയൊരു വ്യക്തി ഒരു സ്റ്റേജ് ഷോ ചെയ്യുകയാണെങ്കിൽ ഇപ്പം വ്യക്തി പഠിച്ചൊരു 4 ആക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഷോ കഴിഞ്ഞ ആൾക്കാർ ഒന്ന് അപ്രോച്ച് ചെയ്ത് ബാക്ക് സ്റ്റേജിൽ 1-2 സാധനങ്ങൾ കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ പുള്ളി ബ്ലാങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ റിസോഴ്സസും വളരെ കുറവാണ്, റിസർച്ച് ബാക്ക് ചെയ്ത കാര്യങ്ങളും വളരെ കുറവാണ്. അതുകൊണ്ട് മാജിക് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൾക്കാരൊക്കെ ഹാൻഡിൽ ചെയ്യാനും എങ്ങനെയാണ്
ഇതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു സ്റ്റേജിലുള്ള തിയേറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മെൻ്റലിസം കൂടുതലായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുക, അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതിൻ്റെ കൂടെ അത് വരും. ഇപ്പോൾ ആയിഷ പറഞ്ഞ പോലെ അത് പറഞ്ഞപ്പോഴാണ് ഒരു പോയിന്റ് ഞാൻ ആലോചിച്ചത്. കാരണം ഇപ്പം കുറച്ച് മാത്രം പഠിച്ചു വരുന്നൊരു വ്യക്തി ആളെടുത്ത് നമ്മൾ പോയിട്ട് പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തരിച്ചു നിൽക്കും, ഞെട്ടിരിക്കും. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇപ്പം ഞങ്ങളെ നീഷിലാണെങ്കിൽ ഇതായിരുന്നു മെൻ്റലിസം ആണ്. ഇപ്പം നിങ്ങളുടെ നീഷിലേക്ക് പോകുകയാണെങ്കിൽ ജേർണലിസം. ഇപ്പോൾ പെട്ടെന്ന് ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്ലോയിൽ വന്നുകൊണ്ടിരിക്കും അല്ലേ. നിങ്ങൾക്കത് പറയാം. ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഓക്കെ, വേറെ എവിടുന്നോ ഒരു കാര്യം വരുന്നുണ്ട്, അത് ഫ്ലോയിൽ വരും. ഇപ്പം 4 ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്ന ഒരാൾ, നിങ്ങൾ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളൂ, നിങ്ങൾ നിങ്ങളതായിട്ടുള്ള റിസർച്ച് ഇല്ല, വായിക്കാറില്ല, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പ്രിപ്പറേഷൻസും ഇല്ല. പക്ഷേ ഈ കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് എന്തോ കാരണം കൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം ഒരു പോയിന്റ് മിസ്സായി, എന്ത് സംഭവിക്കും? സ്റ്റക്കായി. ലിറ്ററലി നമ്മൾ പണ്ട് മാത്സ് എക്സാം ഒക്കെ എഴുതുന്ന പോലെ എന്താ പറയുക, ചില സമയത്ത് ബ്ലാങ്ക് ആയി പോകില്ലേ. പിന്നെ എത്ര സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാലും എന്തായാലും പറ്റില്ല. ആ സമയത്ത് എന്താ സംഭവിക്കുക? പാനിക്കായി കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി യുവർ മൈൻഡ് ഈസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തൊക്കെ പോയി നല്ലൊരു ശ്വാസം വിട്ട് അല്ലേ, അങ്ങനെ. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കേണ്ടത്. നന്നായിട്ട് റിസർച്ച് ചെയ്യണം, നന്നായിട്ട് വായിക്കണം. നിങ്ങൾ അതിനെപ്പറ്റി ഒരുപാട് പഠിച്ചിട്ട് സ്റ്റക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. മസിൽ മെമ്മറി ആണത്, അത് വരണം. അങ്ങനെ വരുന്നൊരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ ബി കോൺഫിഡൻറ്റ്. കാരണം പിന്നെ അവിടെ നിന്ന് ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേജിലാണെങ്കിലും സ്ട്രീറ്റിലാണെങ്കിലും എവിടെന്നെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണെന്നെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഡെഫിനറ്റ്ലി അപ്പ് ഫോർ ഇറ്റ്, ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അത് വിചാരിച്ച പോലെ പോയില്ല, ഓക്കെ, ഐ ഡു ഹാവ് എ ബാക്കപ്പ് പ്ലാൻ ഫോർ ദാറ്റ്. അപ്പോൾ അതങ്ങനെയും പോകും. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ വെൻ യു ആർ ഡൂയിങ് ദിസ് ഫോർ എ ഗുഡ് എമൗണ്ട് ഓഫ് ടൈം. അപ്പോഴൊരു പ്ലാൻ ബി ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. അത് മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു പ്ലാൻ ബി ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ തന്നെ അമേസ്ഡ് ആവും. ഇപ്പം ഇന്നലെ കൂടെ ഞാൻ ഒരു ആക്ട് ചെയ്തപ്പം ചെറുതായിട്ടൊന്ന് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. സ്പോണ്ടേനിയസ് ആയിട്ട് ഞാനത് വേറൊരു രീതിയിൽ അത് കവറപ്പ് ചെയ്തു. അപ്പം അത് ഞാൻ കുറേ കാലം ഇങ്ങനെ പെർഫോം ചെയ്തിട്ട് കുറേ റിസർച്ച് ചെയ്തപ്പം പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഇത് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കവറപ്പ് ചെയ്യാം. ആ ഒരു സംഗതി നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സോ ട്രയൽ ആൻഡ് എറർ തിയറി പോലെ ആ ഒരു സ്പോട്ടിൽ അത് വന്നു പോകും. നമ്മൾ തന്നെ ഇൻട്രസ്റ്റ് ആയി പോകും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ. അതെ, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡുവോ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഞങ്ങളായിരിക്കും ഡുവോ ചെയ്യുന്ന മെൻ്റലിസ്റ്റുകൾ. അപ്പോൾ ഇവൻറ്റ്സ് ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരുന്നു, അത് ഗംഭീരം. അപ്പോൾ ഞങ്ങൾ തന്നെ കൊള്ളാം, ഞങ്ങൾ ഇംപ്രസ്ഡ് ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം അതറിയില്ല, ഇത് നല്ല രീതിയിൽ ആളുകളുടെ ആ ഒരു മതിപ്പ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോകും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ക്രൗഡ് വർക്കാണ് മോസ്റ്റ്ലി. ഒരു ഓഡിയൻസ് മെമ്പർ വന്നിട്ട് നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ടെങ്കിൽ അതെ, കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സിൽ നിന്ന് എവിടെ നിന്നോ ഈ കാര്യം വരുന്നുണ്ട്. അപ്പോൾ വാവ്, ദിസ് ഇസ് കൂൾ, നല്ലൊരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൊള്ളാം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാറുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതാണ് അതിൻ്റെ ഒരു സോഴ്സ്. സ്റ്റാർട്ട് വിത്ത് മാജിക്, ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് ഗെറ്റ് യുവർ സെൽഫ് ഡൺ വിത്ത് ഓൾ ദീസ് പ്രിപ്പറേഷൻസ് ആൻഡ് ഗോ ഫോർ ഇറ്റ്. കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുന്ന കൂടുതൽ വിദ്യകൾക്കും വിശേഷങ്ങൾക്കുമായി അടുത്ത ഭാഗം വരെ നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ ഫ്രം അഥീന.